ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരുന്ന മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ കമലയും വൈജയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, എനിക്കിനി ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം അടുത്തു എന്നൊക്കെ പറയുകയാണ്. ഒരു വീട്ടുജോലിക്കാണ് ഇത്രയും യാതനകളൊക്കെ സഹിക്കേണ്ടി വരുന്നു എന്ന് ചോദിക്കുക. എല്ലാവർക്കും അവൾ മതി, അലീന എന്നൊരൊറ്റ പേര് മാത്രമേ അവിടെ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല, പുതിയൊരു വിശേഷം അറിഞ്ഞില്ലേ കമലയിട്ടെത്തിയെന്ന് വൈജയന്തി ചോദിക്കുക. എന്താണ് വിശേഷമെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ അലീനയെ പുതിയ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ട് കമല പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ബാലചന്ദ്രൻ എന്താ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ, പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ വെക്കാനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല കമലയിട്ടത്, എനിക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ, എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു ഹോം നേഴ്സിനെ എനിക്ക് ആക്കി തരിക എന്ന് വൈജയന്തി പറയുകയാണ്. ഞാൻ ഇപ്പോൾ എവിടെ പോകാനാ വൈജയെന്ന് കമല ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേ പറ്റുള്ളൂ, ഒരു പുതിയ ആളില്ലാതെ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് വൈജയന്തി പറയുകയാണ്. എങ്കിൽ ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും ഏജൻസി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു പുതിയ ഹോം നേഴ്സിനെ ഒപ്പിക്കാമെന്ന് കമല പറയുകയാണ്. അപ്പോൾ നീ വല്ലതും കഴിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ടെൻഷൻ്റെ ഇടയിൽ എന്ത് കഴിക്കാനാണ് കമലയിട്ടെത്തിയെന്ന് വൈജയൻ ചോദിക്കുകയാണ്. ഇവിടെ ഒന്നും ഇരിപ്പില്ല കേട്ടോ, നോക്കട്ടെ, നിനക്കൊരു ലൈം ജ്യൂസും ഒരു പഴവും കൂടി തരാമെന്നൊക്കെ കമല പറയുകയാണ്. അത് കഴിഞ്ഞ് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അലീന. ആ സമയത്ത് ഒന്ന് രേവതി കുട്ടിയെ വിളിക്കാമെന്ന് കരുതി ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ രേവതി, നീ ബിസിയാണോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ബിസിയാണെങ്കിൽ ചേച്ചി വിളിച്ചാൽ ബിസിയോട് പറയും കുറച്ചൊന്ന് മാറി നിൽക്കാനായിട്ട്, എനിക്ക് എൻ്റെ ചേച്ചി കൂടെ സംസാരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ രേവതി പറയുകയാണ്. പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷം, ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ എൻ്റെ പൊന്നു മോളെ, എനിക്കിവിടെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട ഒരവസ്ഥയാണ് ഞാൻ. അതായത് വൈജയന്തി മേഡത്തിന് ബാലചന്ദ്ര സാറിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞാൻ ചക്രശ്വാസം വലിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, ഇവിടെ നിൽക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മോളെ. ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. ചേച്ചിക്ക് എങ്ങനെയും തരം കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് വാ എന്ന് രേവതി കുട്ടി പറഞ്ഞ് ഉപദേശിക്കുകയാണ്. പിന്നെ അവിടെ വൈജയന്തി മേഡം ഇപ്പോൾ എങ്ങനെയുണ്ടോ ചോദിക്കും. ഇപ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോൾ ബാലചന്ദ്ര സാറ് പുതിയൊരു ഡെസിഗ്നേഷൻ എനിക്ക് തന്നിരിക്കുകയാണ്. അതായത് പേഴ്സണൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് ഡെസിഗ്നേഷൻ തന്നിരിക്കുകയാണ്. മാത്രമല്ല വിത്ത് പ്രൊമോഷനും. ഇതൊക്കെ മാഡത്തെ ഇളക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്. ഇവിടെയുള്ള എല്ലാ ജോലി ചെയ്യുന്നത് ഞാനാണെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടതും ഇവിടുത്തെ വൈജയന്തി മേഡത്തിന് ദേഷ്യം വരികയും എന്നോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാറും എടുത്ത് എങ്ങോട്ടോ പാഞ്ഞു പോകുന്ന കണ്ടു. ഇതുവരെ ആളെത്തിയിട്ടില്ല, ഒരുപാട് സമയം ആയെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ അവരെന്ത് വേണോ കാണിക്കട്ടെ ചേച്ചിയുടെ കാര്യം നോക്കുക, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് നോക്കാനായിട്ട് അലീനയോട് രേവതി കുട്ടി പറയുകയാണ്. അപ്പോൾ പിന്നെ അവിടെ അങ്കിളും ആൻറ്റിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കണം. അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി എന്ന് പറയുകയാണ്. എന്നിട്ട് ഇനി കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് രേവതി കുട്ടിയും ഫോൺ കട്ട് ചെയ്ത ശേഷം ഗ്രേസി ആൻറ്റിയുടെ ഫോൺ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രേസി ആൻറ്റി ചോദിക്കുകയാണ്, രേവതി അവിടെ വിശേഷം എന്തൊക്കെയുണ്ടോ അലീനയുടെ വീട്ടിൽ. അപ്പോൾ രേവതി കുട്ടി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ വൈജയന്തി മേഡവും ബാലചന്ദ്രൻ സാറുമായിട്ട് വളരെ അകലത്തിലാണെന്നും ബാലചന്ദ്രൻ സാറ് താമസം മാറ്റി ഇപ്പോൾ അപ്സ്റ്റെയറിലാണ്, ഗസ്റ്റ് റൂമിലാണ് കിടക്കുന്നതെന്ന്, വൈജയന്തി മേഡമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താവുമെന്ന് അറിയില്ല. ചേച്ചി അതിൻ്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ബാലചന്ദ്രൻ സാറിന് എല്ലാ കാര്യത്തിനും അലീന ചേച്ചി വേണം, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ മാഡത്തിനാണെങ്കിൽ ചേച്ചി ഇഷ്ടമല്ല. ഈ രീതിയിലാണ് എങ്ങനെ മുന്നോട്ട് പോകാൻ ആൻറ്റി എന്നൊക്കെ രേവതി കുട്ടി ചോദിക്കുകയാണ്. എന്തായാലും നല്ല സ്ത്രീ തന്നെയാണ് ആ വൈജയന്തി എന്ന് പറയുന്നവൾ. ഒരു കുട്ടിയെ പ്രസവിച്ച് എവിടെയോ എടുത്ത് തള്ളിയിട്ട് അത് വളർന്ന് വലുതായി ഇത്രയും വന്ന് അതിനെ ഒന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലല്ലോ. ഒരു വീട്ടുജോലിക്കാരിയായാലും കുറച്ചേ കാണിക്കുന്നതിന് ഒരു പരിധി ഇല്ലേ എന്നൊക്കെ ഗ്രേസ് ആൻറ്റി ഒരുപാട് പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി കുട്ടി അതിനോടൊപ്പം പറയുകയാണ്, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ അലീന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാമച്ചനങ്ങളും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും നീ അവളോട് ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി ആക്കി കൊടുക്കാമെന്ന് മാമച്ചനങ്ങളും പറയുകയാണ്. ഗ്രേസ് ആൻറ്റി പറയുകയാണ്, എന്നാലും കൊള്ളാം, ശത്രുപക്ഷത്ത് കാണേണ്ട ആൾ, അതായത് ബാലചന്ദ്രൻ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്തായാലും അമ്മയും കൂടപ്പിറപ്പുള്ള അവളെ ശത്രുപക്ഷത്ത് കാണുകയും ചെയ്യുന്നത് എവിടത്തിനായാണോ എന്തോ ഈശ്വരാന്ന് ഗ്രേസ് ആൻറ്റി പറയുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രനുള്ള പൊടിയരി കഞ്ഞിയും പപ്പടവും എറിശ്ശേരിയൊക്കെ ആയിട്ട് അലീന റൂമിലോട്ട് കയറി പോവുകയാണ്.
അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് അത് അവിടെ വെച്ചേക്ക് എന്ന് പറയുകയാണ്. എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അലീന പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അലീനയോട് പറയണം, നീ ഇവിടെ ഇരിക്കുക, ഞാൻ കഴിച്ചിട്ട് പോകാമെന്ന് പറയണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഇവിടെ ബാലചന്ദ്ര കഞ്ഞിയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അലീന, നീ എവിടെയാണ് ശരിക്കും ജന്മസ്ഥലം എന്ന് പറയുന്നത്? അപ്പോൾ അലീനയ്ക്ക് തൻ്റെ ചരിത്രമൊക്കെ ചോദിക്കുന്നതൊന്നും മനസ്സിലാതെ ഇങ്ങനെ വിക്കി പറയുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് ഞാൻ ജനിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ നിൻ്റെ അമ്മയും അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒന്നും അറിയില്ല, എന്നെ പ്രസവിച്ച് 2 ദിവസം എന്തോ ആയപ്പോൾ എന്നെ ബ്രിജിത മമ്മിയുടെ കയ്യിൽ കൊടുത്തതാണ്, പിന്നെ ഒരു വിവരവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിൻ്റെ അമ്മയും അച്ഛനും ആരാണെന്ന് നിനക്ക് ഒരു അറിവില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല സാർ, എനിക്ക് ബ്രിജിത മമ്മി മരിക്കുന്നതിന് മുമ്പ് ആ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, എന്നിട്ട് എന്നെ കൊണ്ട് സത്യം വാങ്ങിയായിരുന്നു ഇത് ആരോടും പറയരുതെന്ന്. നിൻ്റെ ബ്രിജിത മമ്മി കൊള്ളാലോ, കാര്യങ്ങളൊക്കെ ആരോട് പറയാതിരിക്കാൻ വേണ്ടി നല്ലൊരു പാസ്വേഡ് ഇട്ട് തന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ചിരിക്കുകയാണ്. അപ്പോൾ നിൻ്റെ അമ്മയും അച്ഛനെ നീ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന വളരെയധികം വിഷമത്തോട് പറയുകയാണ്, ഞാൻ അവരിൽ ഒരാളെ കണ്ടു, പക്ഷേ എന്നെ അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നിനക്ക് അവരോട് എല്ലാ സത്യങ്ങളും പറഞ്ഞുകൂടായിരുന്നു? ഇനിയോ എനിക്ക് ഒരു സത്യങ്ങളും പറയണ്ട, ഇനി അവരുമായിട്ട് ഒരു ബന്ധവും എനിക്ക് വേണ്ട, അത്രയ്ക്ക് ഞാൻ മടുത്തു എന്നുള്ള രീതിയിൽ അലീന സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാം, വൈജയന്തിയാണ് അലീനയുടെ അമ്മയെന്ന്. അപ്പോൾ ഈ വൈജയന്തി കാണിക്കുന്ന ക്രൂരതകളാണ് അലീനയെ കൊണ്ട് ഇങ്ങനെ എനിക്ക് മടുത്തു എന്നുള്ള രീതിയിൽ പറയിപ്പിക്കുന്നത്. ഇത്രയൊക്കെ സുഖസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സന്തോഷമായിട്ട് ഒരിടത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനമാണെന്ന് അലീന പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അതിന് എസ് എന്ന് മൂളുകയാണ്. മനസ്സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ബാലചന്ദ്രനും അഭിപ്രായപ്പെടുകയാണ്. നിൻ്റെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു നിൻ്റെ ജീവിതം എന്നുള്ളതൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ എല്ലാത്തിനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കളിപ്പാട്ടത്തിനും നല്ല ഉടുപ്പിടാനും നല്ലൊരു ചെരുപ്പിനും ഒക്കെ. അപ്പോൾ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ആഗ്രഹിക്കാൻ അർഹത ഇല്ലാത്തൊരു കുട്ടിയാണെന്ന്. പിന്നെ ബ്രിജിത മമ്മി എന്നെ അതെല്ലാം പഠിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലാത്തവരാണ് അനാഥരെന്ന് എനിക്ക് മനസ്സിലായെന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ബ്രിജിത മമ്മിയിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തത്. ക്ഷമിക്കാനും ക്ഷമയുടെ അങ്ങേയറ്റം വരെ നിൽക്കാനും എല്ലാം പഠിപ്പിച്ചത് എന്നെ ബ്രിജിത മമ്മിയാണ്. ബ്രിജിത മമ്മിയുടെ നഷ്ടം എനിക്ക് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലുതാണെന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്